വെൽക്കം ടു അനദർ ബ്രാൻഡ് ന്യൂ ലെസൺ. ഇത് സൈക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള ലെസൺ ആണ്. മൊഡ്യൂൾ 3 മെമ്മറി ആൻഡ് ഫൊഗറ്റിംഗ്. അപ്പം മെമ്മറി എന്താണ്, ഫൊഗറ്റിംഗ് എന്താണ്? മെമ്മറി എന്ന് പറയുമ്പോഴത്തേക്ക് ഓർമ്മശക്തി അല്ലെങ്കിൽ നമുക്ക് ഓർക്കാനുള്ള കഴിവ്, ആൻഡ് ഫൊഗറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് മറവി അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകുന്നത്. അല്ലെ, രണ്ടും ഓപ്പോസിറ്റ്സ് ആണ്, പക്ഷെ രണ്ടും ഒന്നിച്ച് നമ്മൾ പഠിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അതുകൊണ്ടാണ് ഇത് രണ്ടും ഒരുമിച്ച് വന്നിട്ടുള്ളത്. ഇപ്പം മെമ്മറിയുടെ കാര്യം പറയാനാണെങ്കിൽ മനുഷ്യന് ജന്മന സിദ്ധിക്കുന്ന ഒന്ന് തന്നെയാണ് മെമ്മറി എന്ന് പറയുന്നത്, അല്ലേ? മനുഷ്യന്റെ ഒരു കോഗ്നിറ്റീവ് ഫംഗ്ഷൻ ആണ്. ഒരു കോഗ്നിറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബ്രെയിൻ ഫംഗ്ഷൻ എന്ന് നമുക്ക് നാടൻ ഭാഷയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ മെമ്മറി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ കഴിയുന്നത്, ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യാനായിട്ട് കഴിയുന്നത്, ആൻഡ് ഈ ഇൻഫർമേഷൻ ആവശ്യം വരുമ്പം വീണ്ടെടുക്കണമല്ലോ, അതാണ് റിട്രീവൽ ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ സ്റ്റോറിങ്, പ്രോസസ്സിങ് ആൻഡ് റിട്രീവൽ, ഇത് മൂന്നും നടക്കുന്നത് ഇസ് ബിക്കോസ് വി ഹാവ് മെമ്മറി ഓർ ദ കപ്പാസിറ്റി ഓഫ് മെമ്മറി എന്നുള്ളത്. ഈ ഒരു മോഡ്യൂളിൽ നമ്മൾ എന്താ പറയേണ്ടത്, ഈ മെമ്മറിയുടെ കോംപ്ലെക്സിറ്റീസ് എന്താണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കുന്നത്. അതോടൊപ്പം തന്നെ വേരിയസ് മോഡൽസ് ഓഫ് മെമ്മറി, എങ്ങനെയാണ് മെമ്മറി ഫങ്ഷൻ ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മോഡൽസ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആറ്റ്കിൻസൺ ഷിഫ്രിൻ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വി വിൽ ലുക്ക് അറ്റ് ദ റീസൺസ് ഫോർ ഫൊഗറ്റിംഗ്, മെമ്മറി എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, ദ റീസൺസ് ഫോർ ഫൊഗറ്റിംഗ്, മെമ്മറി എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നു, ആൻഡ് വാട്ട് ആർ ദ ഫിസിയോളജിക്കൽ ഫൗണ്ടേഷൻസ് ദാറ്റ് സപ്പോർട്ട് ഓൾ ദീസ് പ്രോസസ്സസ് എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ സിലബസ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഈ മൊഡ്യൂൾ 3 നമുക്കുള്ളത് ഒന്ന് ലെറ്റസ് സേ മോഡൽസ് ഓഫ് മെമ്മറി, അത് ആദ്യം നോക്കാനുള്ളത്. നമുക്കിവിടെ ഉള്ള മോഡൽ എന്ന് പറയുന്നത് ആറ്റ്കിൻസൺ ഷിഫ്രിൻ മോഡൽ. അപ്പം ഈ മോഡലാണ് ശരിക്കും എന്താ പറയേണ്ടത്, ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മോഡൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ടാണ് ഇത് നമുക്ക് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും ആധികാരികമായ ഒരു മോഡൽ ആണ് ഈ ഒരു മോഡൽ. പിന്നെ ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് മോഡൽ, അതാണ് അടുത്ത നമുക്ക് നോക്കാനുള്ള. പിന്നെ വർക്കിംഗ് മെമ്മറി മോഡൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കാണ്. പിന്നെ വൈ വി ഫൊഗെറ്റ്, അപ്പൊ അതിന്റെ ബേസിസിൽ കൺസോളിഡേഷൻ തിയറി ഉണ്ട്, ഇന്റർഫിയറൻസ് തിയറി ഉണ്ട്, ഡീകേ തിയറി ഉണ്ട്, ക്യൂ ഡിപ്പെൻഡന്റ് ഫൊഗെറ്റിംഗ്, ഡിസ്പ്ലേസ്മെന്റ് തിയറി, റിപ്രഷൻ, അംനീഷ്യ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തുകൊണ്ട് മറന്നു പോകുന്നു എന്നുള്ളതിന്റെ ബേസിസിൽ. പിന്നെ മെമ്മറി എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നു, അതിനകത്ത് കമ്പോണൻസ് ഓഫ് മെമ്മറി ടെസ്റ്റ്, ആൻഡ് പിന്നെ നമുക്ക് WMS ആൻഡ് PGI, ഇത് രണ്ട് മെമ്മറി ടെസ്റ്റുകളാണ്. ആൻഡ് ദെൻ വി ഹാവ് ദി ഫിസിയോളജിക്കൽ ബേസിസ് ഓഫ് മെമ്മറി. അപ്പോൾ ഈ ടോപ്പിക്സ് എല്ലാം ഒറ്റ വീഡിയോയിൽ കംപ്ലീറ്റ് ആകത്തില്ല. അപ്പോൾ ഇത് പാർട്ട് 1 ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇതിന്റെ എന്താ പറയേണ്ടത്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. ഇതിന്റെ സെക്കൻഡ് പാർട്ടിന്റെ ലിങ്ക് അവിടെ വെച്ചിട്ടുണ്ടാകും. അപ്പം സെക്കൻഡ് പാർട്ട് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോകാവുന്നതാണ്. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് മൂവ് ഓൺ. ആദ്യം തന്നെ നമുക്ക് ലെറ്റ്സ് ഹാവ് ദിസ് ഷോർട്ട് ലിറ്റിൽ ഡിസ്കഷൻ, മെമ്മറി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കോഗ്നിറ്റീവ് ഫംഗ്ഷൻ ആണ് മെമ്മറി എന്ന് പറയുന്നത്. ആൻഡ് ഈ മെമ്മറി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനും പ്രോസസ് ചെയ്യാനും റിട്രീവ് ചെയ്യാനും സാധിക്കും. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ മോഡലിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ ഇസ് ദി ആറ്റ്കിൻസൺ ഷിഫ്രിൻ മോഡൽ, അല്ലെങ്കിൽ അതിനെ ഒരു മൾട്ടി സ്റ്റോർ മോഡൽ എന്നും അതിനെ പറയും. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് മൾട്ടി സ്റ്റോർ മോഡൽ ആകുന്നത് എന്നുള്ള ആ ഒരു ചർച്ചയിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ അതിനു മുമ്പേ ഈ ആറ്റ്കിൻസൺ ഷിഫ്രിൻ മോഡൽ, അതിനെക്കുറിച്ച് എന്താ പറയണ്ടേ, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും എങ്ങനെ ഈ ഒരു മോഡലിലേക്ക് വന്നെത്തി എന്നൊക്കെയുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പൊ ഇതിന് ഞാൻ പറഞ്ഞതുപോലെ മൾട്ടി സ്റ്റോർ മോഡൽ ഓഫ് മെമ്മറി എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഇത് ഡെവലപ്പ് ചെയ്തത് അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയ റിച്ചാർഡ് ആറ്റ്കിൻസണും റിച്ചാർഡ് ഷിഫ്രിനുമാണ്. ആൻഡ് ദിസ് വാസ് ഇൻ 1968, 1968 ഈ ഒരു മോഡൽ അവർ ഡെവലപ്പ് ചെയ്തത്. ഇവര് രണ്ടുപേരുടെയും കാര്യം പറയുവാണെങ്കിൽ അവര് വളരെ ലീഡിങ് ആയിട്ടുള്ള ടോപ്പ് റിസർച്ചേഴ്സ് ആയിരുന്നു കൊഗ്നിറ്റീവ് സൈക്കോളജിയിൽ. ആൻഡ് ഈ ഒരു തിയറി ഡെവലപ്പ് ആയതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതായത് എങ്ങനെയാണ് ഈ ഒരു എന്താ പറയണ്ട ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് മനുഷ്യന്റെ ആ ഒരു എന്താ പറയേണ്ടത്, ആ ഒരു മെമ്മറിയുടെ സ്ട്രക്ചർ എന്താണ്, എങ്ങനെ മെമ്മറി പ്രവർത്തിക്കുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഈ ഒരു മോഡൽ കൊണ്ടുവന്നത്.
ഓക്കെ. ആൻഡ് ഇവരുടെ ഈ ഒരു കൊളാബറേറ്റീവ് വർക്ക് ശരിക്കും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് അവർ നടത്തിയത്. ആൻഡ് ഈ ഒരു കൊളാബറേഷന്റെ റിസൾട്ട് ആയിട്ടാണ് നമുക്ക് ഏറ്റവും അധികം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഈ ഒരു തിയറി, അതായത് മൾട്ടി സ്റ്റോർ മോഡൽ എന്ന് പറയുന്ന ഈ ഒരു തിയറി അവരുടെ സ്റ്റഡിയുടെ അല്ലെങ്കിൽ അവരുടെ കൊളാബറേഷന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് കിട്ടിയത്. ഓക്കെ. അപ്പോൾ ഇവർ രണ്ടുപേരും ആറ്റ്കിൻസണും ഷിഫ്രിനും ഈ മൾട്ടി സ്റ്റോർ മോഡൽ അവരിത് ഡെവലപ്പ് ചെയ്യാൻ ഉണ്ടായ കാരണം എന്ന് പറയുന്നത് ഇസ് ബിക്കോസ് ഓഫ് ദ ഗ്രോയിങ് ഇൻട്രസ്റ്റ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ഹ്യൂമൻ മെമ്മറി ഫങ്ഷൻസ്. അപ്പോൾ ഹ്യൂമൻ മെമ്മറി എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളതിനെ കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു താല്പര്യം കൊണ്ടാണ് അവർ ഇതിലേക്ക് ഇറങ്ങിയത് എന്നുള്ളതാണ് ഹിസ്റ്ററി നമ്മെ പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഇൻഫർമേഷൻ എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത്, എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു, എങ്ങനെ അത് റിട്രീവ് ചെയ്ത് എടുക്കുന്നു എന്നുള്ളത്. അപ്പൊ ഇവരുടെ ഈ ഒരു വർക്കിന് മുന്നേ അപ്പൊ ഈ ഒരു മെമ്മറിയിൽ നടന്നിട്ടുള്ള ഒരുപാടധികം റിസർച്ച് എന്ന് പറയുന്നത് വളരെയധികം ഫ്രാഗ്മെന്റഡ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് മോഡൽ ആരും ഡിറ്റർമിൻ ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പൊ ഫ്രാഗ്മെന്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോരുത്തർ സ്പെസിഫിക് ആയിട്ടുള്ള മെമ്മറി ടാസ്ക് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഒരു മെമ്മറിയുടെ ഓരോ ടാസ്കുകൾ അല്ലെങ്കിൽ ഫങ്ഷൻസിലായിരുന്നു ഈ ഒരു റിസർച്ച് ഓരോരുത്തരും ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് നിലവിലില്ലായിരുന്നു, എ ഫ്രെയിം വർക്ക് ദാറ്റ് കുഡ് എക്സ്പ്ലെയിൻ ദ ഹോൾ പ്രോസസ് എന്നുള്ളത്. മെമ്മറി സ്റ്റോറേജും റിക്കോളും ആണ് ആ ഒരു കംപ്ലീറ്റ് പ്രോസസ് എന്ന് പറയുന്നത്. സോ ദിയർ ഗോൾ വാസ് ടു ഡെവലപ്പ് ഈ ഒരു തിയറിറ്റിക്കൽ മോഡൽ ഡെവലപ്പ് ചെയ്യുക, മോഡൽ ദാറ്റ് കുഡ് സിസ്റ്റമാറ്റിക്കലി എക്സ്പ്ലെയിൻ ദ മൂവ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്, എങ്ങനെയാണ് പ്രോസസ് ചെയ്തു പോകുന്നത് എന്നുള്ളതിന്റെ ഒരു സിസ്റ്റമാറ്റിക് എക്സ്പ്ലനേഷൻ ഇവരാണ് ഡെവലപ്പ് ചെയ്ത് എടുത്തത്. ഓക്കെ. ആൻഡ് ഇതിനുള്ള മറ്റൊരു കീ മോട്ടിവേഷൻ ഈ ഒരു മോഡൽ ഡിസൈൻ ചെയ്യുന്നതിന് is because they wanted to bridge the gap between short term and long term memory. ഇപ്പൊ ഷോർട്ട് ടേം മെമ്മറി ഉണ്ട്, ലോങ് ടേം മെമ്മറി ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഈ ടേംസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊരു പക്ഷെ എന്താണെന്ന് നമുക്കറിയില്ലെങ്കിലും നമ്മൾ ഇത് കേട്ടിട്ടുണ്ട്, ഷോർട്ട് ടേം മെമ്മറി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ഒരു വാക്കിന്റെ അർത്ഥത്തിൽ നിന്ന് എന്തായിരിക്കും ഷോർട്ട് ടേം മെമ്മറി, എന്തായിരിക്കും ലോങ് ടേം മെമ്മറി. ഈ രണ്ട് മെമ്മറിയും തങ്ങളിൽ കണക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ പ്രക്രിയകൾ നിലനിൽക്കുന്നു എന്നൊക്കെയുള്ളത് ശരിക്കും അഡ്രസ് ചെയ്തിട്ടില്ലായിരുന്നു. ഇതും മനസ്സിലാക്കേണ്ടത് ഒരു ആവശ്യകത തന്നെയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് മുന്നേ ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെർമാൻ എബിംഗ്ഹോസ് അത് ഒരു റിസർച്ച് നടത്തിയ ഒരു വ്യക്തിയാണ്. വളരെ ഏർലി ആയിട്ട് നടത്തിയിട്ടുള്ളതാണ് ഒരു റിസർച്ച്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ റിസർച്ച് എന്ന് പറയുന്നത് ഫൊഗറ്റിംഗ് കർബ്സിലും മെമ്മറി ഡീകേയിലും റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോ പല പ്രോസസ്സിലും ടച്ച് അപ്പോൺ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ഒരു കംപ്ലീറ്റ് മോഡൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത, അല്ലെങ്കിൽ അത് ഒരു കാര്യം, ഒരു റീസണായി മാറി ഇവർക്ക് ഈ ഒരു മോഡൽ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് ഇനിയിപ്പോൾ ഒന്ന് കടക്കാം. ആൻഡ് ലെറ്റ് us see what it is all about. ഈ ഒരു ആറ്റ്കിൻസൺ ഷിഫ്രിൻ മോഡൽ അല്ലെങ്കിൽ മൾട്ടി സ്റ്റോർ മോഡൽ 1968 ഈ ഒരു മോഡൽ ഇവർ രണ്ടുപേരും ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ മോഡൽസ് ഓഫ് മെമ്മറി. അതായത് ആ ഒരു കംപ്ലീറ്റ് മോഡൽസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ഏർലിയസ്റ്റ് ആൻഡ് സ്റ്റിൽ ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ, ഇപ്പോഴും വളരെയധികം വാലിഡ് ആയിട്ട് നിലനിൽക്കുന്ന ഒന്നാണ്. അപ്പൊ ഇതിനകത്ത് ശരിക്കും ഈ ഒരു മോഡൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് ദ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ. അപ്പൊ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ 3 വ്യത്യസ്തമായ സ്റ്റേജസിലൂടെ ഇൻഫർമേഷൻ കടന്നു പോകുന്നു എന്നുള്ളത്. അപ്പൊ അതിനകത്ത് ആദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ദി സെൻസറി മെമ്മറി, അതിനുശേഷം ഷോർട്ട് ടേം മെമ്മറി, അതിനെ STM എന്ന് ഷോർട്ടാക്കി നമ്മൾ എഴുതും അല്ലെങ്കിൽ നമ്മൾ പറയും. ആൻഡ് വി ഹാവ് ദ ലോങ് ടേം മെമ്മറി, അതിനെ LTM എന്ന് വേണമെങ്കിൽ നമുക്ക് ഷോർട്ടാക്കി അതിനെ പറയാം, അല്ലെങ്കിൽ അങ്ങനെയാണ് അതിനെ റെഫർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഓരോ സ്റ്റേജും ഓരോ വ്യത്യസ്തമായ മെമ്മറി സ്റ്റോറേജിന്റെ രൂപമാണ്. മെമ്മറി സ്റ്റോർ ചെയ്യുന്നതിന്റെ ഓരോ രൂപങ്ങളായിട്ടാണ് ഈ ഓരോ സ്റ്റേജിനെയും ഇവിടെ കണക്കാക്കുന്നത്. അപ്പൊ ഈ ഓരോ സ്റ്റേജ് ആയിട്ട് വരുന്നത് ഓരോ സ്റ്റേജിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഡിഫറെന്റ് കപ്പാസിറ്റീസ് ഓരോ സ്റ്റേജിനും അവിടെയുണ്ട്. അപ്പോൾ അതിന് ഡിഫറെന്റ് കപ്പാസിറ്റീസ് ഉണ്ട്,
ഡ്യൂറേഷൻസ് ഉണ്ട് ആൻഡ് വ്യത്യസ്തമായ ഫങ്ഷൻസും ഈ ഓരോ സ്റ്റേജിനുണ്ട്. അപ്പൊ ഇതിന്റെ ഫങ്ഷൻസിനെ അടിസ്ഥാനപ്പെടുത്തി ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ എത്ര നാളാ മെമ്മറി നിലനിൽക്കും എന്നുള്ളത്, ആ ഡ്യൂറേഷൻ ആൻഡ് അതിന്റെ കപ്പാസിറ്റി, ഇത് മൂന്നിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ സ്റ്റേജസിന്റെ ഡിഫറൻസസ് അവർ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു മോഡലിൽ ബേസിക്കലി നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ മെമ്മറി ഒരു ലീനിയർ പ്രോസസ് എന്നാണ് പറയുന്നത്. ലീനിയർ, നമ്മൾ ഒരു വര വരച്ചാൽ എങ്ങനെയാണ് ഒരു ലീനിയർ പ്രോഗ്രഷൻ എന്ന് നമ്മൾ ഈ പറയുന്നത്, അല്ലെങ്കിൽ ഒരു ലീനിയർ പ്രോസസ് എന്ന് പറയാം. അപ്പൊ ഈ ലീനിയർ പ്രോസസ്സിൽ ഇൻഫർമേഷൻ ഒരു സീക്വൻഷ്യൽ ആയിട്ടാണ്. ഒരു സീക്വൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്യണം, അത് കഴിഞ്ഞ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ്, പിന്നെ ചെയ്യേണ്ടത് അത് കഴിഞ്ഞ്, അതാണ് ഒരു സീക്വൻസ് എന്ന് പറയുന്നത്. ഒരിക്കലും ആ ഒരു സീക്വൻസിൽ ആദ്യത്തെ സ്റ്റെപ്പ് മൂന്നാമതോ അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പ് രണ്ടാമതോ അങ്ങനെ മാറി വരത്തില്ല. അതുകൊണ്ടാണ് ഒരു സീക്വൻസ് എപ്പോഴും അത് അങ്ങനെ തന്നെ ആയിരിക്കും നടക്കുക. ആ ഒരു സീക്വൻസിൽ അത് നടക്കും. ഇറ്റ് വിൽ മൂവ് ഫ്രം സെൻസറി മെമ്മറി ടു ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ദെൻ ടു ലോങ് ടേം മെമ്മറി. ഓക്കെ, അപ്പോൾ എന്താ പറയേണ്ടത്, ഇതിനകത്തുള്ള കണ്ടീഷൻസും എന്താണ് ഇതിന്റെ ഓരോ സംഗതികൾ എന്ന് നമുക്ക് ഒന്ന് നോക്കാം. സോ ലെറ്റ് us see what is sensory memory. സെൻസറി മെമ്മറി എന്ന് പറയുമ്പോഴത്തേക്ക് ദിസ് ഈസ് ദ ഇനിഷ്യൽ പോയിന്റ് ഓഫ് കോൺടാക്ട് ഫോർ സ്റ്റിമുലൈ ഫ്രം ദി എൻവയൺമെന്റ്. നമുക്കറിയാം, നമുക്ക് ഓരോ സംഗതികൾ മനസ്സിലാക്കുന്നതിനും എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്റ്റിമുലസ് വേണം, അല്ലേ? അപ്പോൾ ആ ഒരു സ്റ്റിമുലസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമുക്കൊരു ഫീല് അല്ലെങ്കിൽ ഒരു ടച്ച് ഫീൽ ചെയ്യാൻ കഴിയുന്നത്. അത് ഒരു സ്റ്റിമുലസ് ആയതുകൊണ്ടാണ്. സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആ ഒരു മണം ആണ് അവിടെ ഒരു സ്റ്റിമുലസ് ആയിട്ട് വരുന്നത്. ഇനി അതല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കേൾക്കുന്നു, അപ്പൊ ആ വരുന്ന നമ്മുടെ ചെവിയിൽ പതിക്കുന്ന ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അതാണ് ഇതിന്റെ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു ചുറ്റുവട്ടത്തിൽ നിന്ന്, നമ്മുടെ സാഹചര്യത്തിൽ നിന്ന് സ്റ്റിമുലസ് ഉണ്ടാകുന്നു. അപ്പൊ സെൻസറി മെമ്മറി ഇതാണ്. അപ്പൊ സെൻസറി മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? ഇനിഷ്യൽ പോയിന്റ് ഓഫ് കോൺടാക്ട് ഫോർ സ്റ്റിമുലൈ ഫ്രം ദി എൻവയൺമെന്റ്. അപ്പൊ അതാണ് ആ ആദ്യം ഉണ്ടാകുന്ന ആ ഒരു പോയിന്റ് ഓഫ് കോൺടാക്ട്, അവിടെ തുടങ്ങുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇത് വളരെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ബഫറാണ്. എന്തിന്? ഇത് ആ ഒരു ഇൻകമിങ് സെൻസറി ഇൻഫർമേഷന് വേണ്ടിയിട്ടുള്ള ഒരു ബ്രീഫ് ബഫർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് ബേസിക്കലി എന്താ ചെയ്യുന്നത്? നമുക്ക് ലഭിക്കുന്ന ആ ഓരോ ഇംപ്രഷൻസിനെയും അത് റീറ്റെയിൻ ചെയ്യുന്നു. ഇറ്റ് റീറ്റെയിൻസ് ഇംപ്രഷൻസ് ഓഫ് സെൻസറി മെമ്മറി ഫോർ ഓൺലി എ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ബിഫോർ ദേ ഫേഡ് അവേ ഓർ മൂവ് ഇൻ ടു ഷോർട്ട് ടേം മെമ്മറി. അപ്പോൾ ഇവിടെ ഇതിന്റെ ആവശ്യം എന്താണ്? ഇതിന്റെ ആവശ്യം, ഈ ഒരു സ്റ്റേജിന്റെ സെൻസറി മെമ്മറിയുടെ ആവശ്യം എന്ന് പറയുന്നത് അവിടെ തുടങ്ങുന്നല്ലേ, നമുക്ക് ആ ഇൻഫർമേഷൻ കിട്ടാനായിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് ഇതിന്റെ ഡ്യൂറേഷൻ എന്താണ് നോക്കാനായിട്ടുള്ളത്? ഇത് വളരെ വളരെ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്, ഒരു സെക്കൻഡിലും താഴെ ഉള്ള ഡ്യൂറേഷൻ, അത്ര ഒരു ലൈഫ് മാത്രമേ ഈ ഒരു മെമ്മറി കൊള്ളൂ. അപ്പൊ അത് കഴിഞ്ഞെന്താകും? അത് കഴിഞ്ഞത് അടുത്ത സ്റ്റേജിലേക്ക് പോകും. അതാണ് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് അതങ്ങ് പോകുന്നു. ആൻഡ് ഈ ഒരു സെൻസറി മെമ്മറി അങ്ങ് ഫേഡായി പോകും. ആരെങ്കിലും നമ്മളെ ഒന്ന് നുള്ളിയാൽ കുറച്ചു നേരം അത് നിൽക്കും, അല്ലേ? പിന്നെ അതങ്ങ് തീർന്നു പോവുകയാണ്. പക്ഷേ എന്നെ നുള്ളിയിരുന്നു, അല്ലെ എന്നെ പിച്ചി, എന്നെ മാന്തി എന്നുള്ള കാര്യം പിന്നെ നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് പോവുകയാണ്. പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് റിവഞ്ച് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലോങ് ടേം മെമ്മറിയിലേക്ക് പോകുന്നു. 20 വർഷം കഴിഞ്ഞാലും അത് അവിടെ ലോങ് ടേം മെമ്മറിയിൽ കിടക്കുന്നു, പോകുന്നില്ല എന്നുള്ളത്. അപ്പൊ സെൻസറി മെമ്മറിയെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാനാണെങ്കിൽ, സെൻസറി മെമ്മറി റെഫേഴ്സ് ടു ദ ബ്രീഫ് സ്റ്റോറേജ് ഓഫ് സെൻസറി ഇൻഫർമേഷൻ. സെൻസറി ഇൻഫർമേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ആ ഒരു ഇനിഷ്യൽ പോയിന്റ് ഓഫ് കോൺടാക്ട് ആണ് സെൻസറി ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ ആ സെൻസറി മെമ്മറി ഇസ് എ ബ്രീഫ് സ്റ്റോറേജ്. അതും ഒരു സ്റ്റോറേജ് ആണ്, പക്ഷെ വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു സമയത്തേക്കുള്ള ഒരു സ്റ്റോറേജ് എന്നുള്ളത്. സോ ഇറ്റ് രജിസ്റ്റേഴ്സ് എവറിത്തിങ് പെർസീവ്ഡ് ത്രൂ ദ സെൻസസ്. സെൻസസ് എന്തൊക്കെയാണ്? സൈറ്റ്, സൗണ്ട്, ടച്ച്, സ്മെൽ, ഇതെല്ലാം സെൻസസ് ആണ്, അല്ലെ? അപ്പോൾ എന്താ പറയേണ്ടത്? ഇറ്റ് രജിസ്റ്റേഴ്സ് എവറിത്തിങ്, എല്ലാത്തിനെയും അവിടെ രേഖപ്പെടുത്തുന്നു എന്നുള്ളതാ. നമുക്കെല്ലാം തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്, എല്ലാത്തിനെയും നമ്മൾ രേഖപ്പെടുത്തുന്ന ഈ സെൻസറി മെമ്മറിയിലൂടെ. അത് പക്ഷേ വളരെ റോ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണത്. റോ ഇൻഫർമേഷൻ എന്ന് പറയുമ്പം ഇപ്പോഴും, അതായത് ഇത് നടക്കുന്ന ആ ഒരു സ്റ്റേജിൽ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ത് ഇൻഫർമേഷൻ ആണ് ആ വന്നിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പോൾ എന്താ പറയണ്ടേ, ഒരു ക്വിക്ക് ഇംപ്രഷൻ, ഒരു സ്നാപ്ഷോട്ടാണ് നമുക്കിവിടെ ലഭിക്കുക. എന്താ പറയേണ്ടത്? അബൌട്ട് ദി എൻവയൺമെന്റ്. അതാണ് ഈ ഒരു
സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, now let us look at the different types of sensory memory. സെൻസറി മെമ്മറി നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഐക്കോണിക് മെമ്മറി ഉണ്ട്, എക്കോയിക് മെമ്മറി ഉണ്ട്, ഹെപ്റ്റിക് മെമ്മറി ഉണ്ട്. ഇതാണ് ടൈപ്സ് ഓഫ് സെൻസറി മെമ്മറീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഐക്കോണിക് മെമ്മറി എന്താണ്? ദ സെൻസറി മെമ്മറി അസോസിയേറ്റഡ് വിത്ത് വിഷ്വൽ ഇൻപുട്ട്, അതാണ് ഐക്കോണിക് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓരോ ടൈപ്പ് ഓഫ് സെൻസറി മെമ്മറി ഞാൻ നേരത്തെ പറഞ്ഞതനുസരിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം എന്താണ് ഈ ഐക്കോണിക് മെമ്മറി എന്ന് പറയുന്നത്? ഐക്കോണിക് മെമ്മറി വിഷ്വൽ ഇൻപുട്ടുമായിട്ട് നമ്മൾ കാണുന്ന സംഗതികൾ, നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ടത്. നമ്മുടെ കണ്ണ് തുറന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നു, അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഇൻപുട്ട് ഓഫ് ഡേറ്റ ആണ് അല്ലെ, വിഷ്വൽ ഇൻപുട്ട്. നമ്മൾ കാണുന്നതൊക്കെ നമ്മുടെ ബ്രെയിനിലേക്ക് കണ്ണാണ് അത് കൊണ്ടെത്തിക്കുന്നത്. സോ ഐക്കോണിക് മെമ്മറി എന്ന് പറയുന്നത് ഇസ് ദ വിഷ്വൽ ഇൻപുട്ട്. അപ്പം ഈ മെമ്മറി, ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഷോർട്ട് ലിവ്ഡ് ആണ്, ടിപ്പിക്കലി ലാസ്റ്റിംഗ് ലെസ് ദാൻ എ സെക്കൻഡ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു ഐക്കോണിക് മെമ്മറി ഇത്രയും ഷോർട്ട് ആയത്? അല്ലെങ്കിൽ പെട്ടെന്ന് നോക്ക്, നമ്മള് വിചാരിക്കുക ഒരു ഫുട്ബോൾ മാച്ച് കാണാനായിട്ട് ഇരിക്കുന്നു. അപ്പൊ ഫുട്ബോൾ മാച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് അത് നടന്നുകൊണ്ടിരിക്കുന്ന തൽക്ഷണം നമ്മൾ കാണുന്നത് അപ്പോൾ തന്നെ നമ്മുടെ മെമ്മറി അത് രജിസ്റ്റർ ചെയ്ത് നമുക്കത് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇവിടെ സീൻ അങ്ങനെ നിൽക്കുന്നില്ല, സ്റ്റക്കായി നിൽക്കുന്നില്ല, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുക. ഓരോ സെക്കൻഡിലും ഓരോ നിമിഷത്തിലും അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു അല്ലെ. അപ്പോൾ അതുകൊണ്ടാണ് അത് എക്സ്ട്രീംലി ഷോർട്ട് ലിവ്ഡ് എന്ന് പറയുന്നതിന്റെ റീസൺ അതാണ്. അപ്പോൾ എന്താ പറയേണ്ടത്, ഒരു ബ്രീഫ് ആഫ്റ്റർ ഇമേജ് മാത്രമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എസ്പെഷ്യലി എന്താണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്? ഞാൻ ഈ പറഞ്ഞല്ലോ, നമ്മൾ മൂവിങ് ആയിട്ടുള്ള വീഡിയോ പോലെയുള്ളതല്ലേ നമ്മൾ എപ്പോഴും കണ്ണുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അതാണ് ഈ ഒരു ഐക്കോണിക് മെമ്മറി. ഇപ്പൊ ഐക്കോണിക് മെമ്മറിയുടെ ഓർത്തു വെച്ചോളുക, അത് ഒരു സെൻസറി മെമ്മറിയാണ്. സെൻസറി മെമ്മറിയുടെ ആദ്യത്തെ സബ് മെമ്മറി ആണ് ഐക്കോണിക് മെമ്മറി ആൻഡ് വിഷ്വൽ ഇൻപുട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഏത് ഇൻപുട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വിഷ്വൽ ഐക്കോണിക് വിഷ്വൽ എന്നുള്ളത് നമ്മൾ ഓർത്തു വെക്കുക. ഇത് എക്സ്ട്രീംലി ഷോർട്ട് ലിവ്ഡ് ആണ് ആൻഡ് ലെസ് ദാൻ എ സെക്കൻഡ് മാത്രമാണ് ഇതിന്റെ ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എക്കോയിക് മെമ്മറി. അപ്പോ ഈ മെമ്മറി എക്കോ എന്നുള്ള വാക്ക്, ഓക്കെ, ഐക്കോണിക്കിനെ നമുക്ക് ഐക്കോണിക് ഐ എന്നുള്ള അതിന്റെ ആ രീതിയിൽ നമ്മൾ ഓർത്തു വെച്ചോളും. അതിന്റെ ആദ്യത്തെ അക്ഷരം സൗണ്ട്സ് ലൈക്ക് നമ്മുടെ കണ്ണിന് പറയുന്ന അല്ലെ, EY എന്നല്ലേ പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ട് ഓർത്തു വെക്കുക, ഐക്കോണിക് വിഷ്വൽ മെമ്മറി ആണ്. ഇനി ഈ എക്കോ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. സോ ഈ സെൻസറി മെമ്മറി ഇസ് ലിങ്ക്ഡ് വിത്ത് ഓഡിറ്ററി സ്റ്റിമുലൈ, നമ്മൾ കേൾക്കുന്ന സൗണ്ട്സ് എന്നുള്ളത്. അപ്പൊ ഈ സൗണ്ടുകൾ നമ്മൾ കേൾക്കുന്നത് ലിറ്റിൽ മോർ ലോങ്ങർ ദാൻ ഐക്കോണിക് മെമ്മറി. ഐക്കോണിക് മെമ്മറി ഏറ്റവും ഷോർട്ടസ്റ്റ്, ഇവിടെ അതിനേക്കാളും സ്വല്പം കൂടെ ഇതിന് ദൈർഘ്യം കൂടുതലുണ്ട് ഈ ഒരു മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നതിന്. ലെറ്റ്സ് സേ 2 to 4 സെക്കൻഡ്സ് ആണ് ഈ ഒരു മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം എക്കോയിക് മെമ്മറി ശരിക്കും എന്താണ്? നമ്മളെ സ്പീച്ച്, ആരെങ്കിലും പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ സംസാരിക്കുന്നത്, ആ സ്പീച്ച് നമ്മളെ പ്രോസസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ സ്പീച്ച് പലപ്പോഴും നമ്മളത് കേട്ടതിന് ശേഷവും ചില സെക്കൻഡ്സ് എന്താ പറയേണ്ടത്, അത് ഓർമ്മ നിൽക്കുന്നില്ലേ? കാരണം കാണുന്നത് എപ്പോഴും പുതിയ ഇതിലേക്ക് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക. ഈ കേട്ടത് വേണ്ടി വന്നാൽ 2 മുതൽ 4 സെക്കൻഡ് വരെ അത് നമ്മുടെ മെമ്മറിയിൽ, അതായത് ആ ഒരു എന്താ പറയണ്ട സെൻസറി മെമ്മറിയിൽ തന്നെ അത് തങ്ങി നിൽക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ കോൺവെർസേഷൻസ് കഴിഞ്ഞാലും പെട്ടെന്ന് അത് നമ്മുടെ സെൻസറി മെമ്മറിയിൽ ഓർത്ത് നിൽക്കുന്നതിന്റെ ആ ഒരു റീസൺ അതാണ്. അടുത്തത് നമുക്കുള്ളത് ഇസ് ദി ഹാപ്റ്റിക് മെമ്മറി. സോ ഈ ഹാപ്റ്റിക് മെമ്മറി എന്താണ്? ഹാപ്റ്റിക് ഇസ് റിലേറ്റഡ് ടു ടച്ച് അല്ലെങ്കിൽ ടാക്ടൈൽ ആയിട്ടുള്ള ഇൻപുട്ട് എന്ന് പറയാം. അപ്പോൾ ടച്ച് കൊണ്ട് നമുക്ക് തൊട്ട് അറിയുന്നത്, ഒന്നുകിൽ ആരെങ്കിലും നമ്മളെ തൊടുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും തൊടുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തെ തൊടുന്നത്, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വന്ന് വീഴുന്നത്, അതെല്ലാം ടച്ചിന്റെ ഭാഗമായിട്ട് കണക്കാക്കിക്കൊള്ളുക.
അല്ലെങ്കിൽ ടാക്ടൈൽ. ടാക്ടൈൽ മീൻസ് ആസ് എ റിസൾട്ട് ഓഫ് ആൻ ആക്ഷൻ എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ എടുക്കുക. അപ്പോൾ ഈ ഒരു മെമ്മറി എന്തിനാണ്? ഇറ്റ് ഹെൽപ്സ് us ടു റീറ്റെയിൻ ഇൻഫർമേഷൻ അബൌട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് തൊടുകയാണെങ്കിൽ ഇപ്പം ഇതിന്റെ ഈ എന്താ പറയണ്ടേ ഈ മൊബൈലിന്റെ ഗ്ലാസ്സിൽ തൊടുമ്പം വി ഫീൽ ഹൗ ഇറ്റ് ഇസ് അല്ലേ. അതേപോലെ ഒരു 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 പേപ്പറിൽ തൊട്ടാൽ ഒരു ഡിഫറെന്റ് ഫീൽ നമുക്ക് വരുന്നത്. നമ്മൾ സിൽക്കിൽ തൊട്ടാൽ നമുക്കറിയാം അത് സിൽക്ക് ആണെന്ന്, കണ്ണടച്ച് വെച്ചിരിക്കുകയാണെങ്കിലും അത് സിൽക്ക് ആണെന്ന് അറിയാം. കോട്ടണിൽ തൊട്ടാൽ അത് കോട്ടൺ ആണെന്ന് നമുക്കറിയാം അല്ലേ. അതേപോലെ ഒരു ചാക്കിൽ തൊട്ടാലും മരത്തിൽ തൊട്ടാലും. അപ്പോൾ അതാണ് ആ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. അതിന്റെ ആ ഒരു ഫീൽ, അതിന്റെ ആ ഒരു സർഫസിലെ ഫീലിംഗ് ആണ് ടെക്സ്ചർ. അതേപോലെ ടെമ്പറേച്ചറും നമ്മൾ തൊട്ടല്ലേ ഫീൽ ചെയ്യുന്നത് അല്ലെ, ടെമ്പറേച്ചർ. ഇനി മറ്റ് ഫിസിക്കൽ സെൻസേഷൻസും ഇവിടെ വരുന്നത്. ആൻഡ് ദിസ് ലാസ്റ്റ് ഫോർ എ ഷോർട്ട് ടൈം ബട്ട് ലോങ്ങർ ദാൻ ഐക്കോണിക് ആൻഡ് എക്കോയിക്. ഐക്കോണിക്കിനും എക്കോയിക്കിനേക്കാളും കുറച്ച് കൂടുതൽ നിൽക്കുന്നു, ബട്ട് ഇറ്റ് ഇസ് സ്റ്റിൽ റിലേറ്റീവ്ലി ഷോർട്ട് ടൈം എന്നുള്ളത് തന്നെയാണ്. ഇതും റഫ്ലി അറൌണ്ട് 2 seconds ഒക്കെ അതും ലാസ്റ്റ് ചെയ്യും. അതായത് ആ ഒരു ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് അല്ലെങ്കിൽ മൊമെന്ററിലി വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് എന്നുള്ളതാണ്. അപ്പൊ ഇത് മൂന്നും മാത്രമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. പക്ഷെ ബാക്കി ഒരു 3 എണ്ണം കൂടെ നിങ്ങളുടെ നോട്ട്സിൽ രേഖപ്പെടുത്തും ഞാൻ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇത് പറയുന്ന ഐക്കോണിക്, എക്കോയിക് ആൻഡ് ഹെപ്റ്റിക് മെമ്മറി. ഇതാണ് ഏറ്റവും അധികം റിസർച്ച് ചെയ്യപ്പെട്ടിട്ടുള്ളതും ഏറ്റവും അധികം പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന സെൻസറി മെമ്മറീസ് എന്നുള്ളത്. ഇനി ആക്ച്വലി ഈ ഓരോ സെൻസറി മെമ്മറി നമ്മുടെ എല്ലാ സെൻസസുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഇനി ഉള്ളത് ഓൾഫാക്ടറി മെമ്മറിയാണ്. അപ്പോൾ ഓൾഫാക്ടറി ഇസ് അസോസിയേറ്റഡ് വിത്ത് സ്മെൽ, മണം അല്ലെ, മണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഇതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ആ ഒരു ഓൾഫാക്ടറി സ്റ്റിമുലൈ അല്ലെങ്കിൽ സ്മെൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റിമുലൈ. ഇതുകൊണ്ടാണ് നമുക്ക് എന്താ പറയേണ്ടത്, പെർഫ്യൂമിന്റെ സ്മെല്ല് നമുക്ക് ഓർത്തു വെക്കാനായിട്ട് കഴിയുന്നത് അല്ലേ. റിമെമ്പറിങ് ദ സ്മെൽ ഓഫ് എ പെർഫ്യൂം, അത് ഫേഡ് ആയതിനു ശേഷവും ഒരു പക്ഷേ നമുക്ക് ഓർക്കാനായിട്ട് കഴിയുന്നത്. മുല്ലപ്പൂവിന്റെ മണത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ചുറ്റാകം മുല്ലപ്പൂ ഇല്ലെങ്കിൽ പോലും അതിന്റെ മണം നമുക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും അല്ലേ. അതാണ് ഓൾഫാക്ടറി മെമ്മറി, അതാണ്. And then we have the gustatory memory. Gustation, ഗട്ടുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, അപ്പൊ ഇത് ശരിക്കും ടേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇസ് ടു ഹോൾഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ ടേസ്റ്റ് സ്റ്റിമുലൈ. അപ്പൊ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണത്തിന്റെ ടേസ്റ്റ് നമുക്ക് ഓർത്തു വെക്കാനായിട്ട് കഴിയുന്നു അതിനെ ടേസ്റ്റ് ചെയ്തതിന് ശേഷം. അപ്പൊ ഈ ഗസ്റ്റേറ്ററി മെമ്മറി ഉള്ളത് കൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും അതേ റെസ്റ്റോറൻറ്റിൽ തന്നെ പോകുന്നത്, അവിടെ പോയി അതേ ഐറ്റം തന്നെ ഓർഡർ ചെയ്യുന്നത്. കാരണം അതിന്റെ ടേസ്റ്റ് നമ്മുടെ ഓർമ്മയിൽ നിൽപ്പുണ്ട്. പിന്നെ നമുക്കുള്ള ഒരു സെൻസറി മെമ്മറിയാണ് വെസ്റ്റിബുലാർ മെമ്മറി എന്ന് പറയുന്നത്. വെസ്റ്റിബുലാർ മെമ്മറി. അപ്പൊ ഇറ്റ് ഇസ് റിലേറ്റഡ് ടു എ സെൻസ് ഓഫ് ബാലൻസ് ആൻഡ് സ്പേഷ്യൽ ഓറിയന്റേഷൻ. അപ്പൊ എന്താണ് ഈ സെൻസ് ഓഫ് ബാലൻസ് ആൻഡ് സ്പേഷ്യൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്? ഓക്കെ, നമുക്കത് ചർച്ച ചെയ്യാം. അപ്പൊ ബേസിക്കലി ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് അലൗസ് ഫോർ ദ റിട്ടൻഷൻ ഓഫ് ബ്രീഫ് സെൻസേഷൻസ് റിലേറ്റഡ് ടു ബോഡി മൂവ്മെന്റ്സ് ആൻഡ് ബാലൻസ്. നമ്മുടെ ബോഡിയുടെ മൂവ്മെന്റ്, നമ്മുടെ ബോഡിയുടെ ബാലൻസ്, ഇതൊക്കെ നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് എല്ലാം നിർണയിച്ച് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ദിസ് ഈസ് സംതിങ് ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു സ്പേഷ്യൽ ഓറിയന്റേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് വേണമെങ്കിലും നോക്കാം. അപ്പൊ സ്പേഷ്യൽ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പേഷ്യൽ ഓറിയന്റേഷൻ ആക്ച്വലി ഒരു വ്യക്തിയുടെ എബിലിറ്റി ടു മെയിൻറ്റെയിൻ ആൻ അവെയർനെസ് ഓഫ് ദിയർ ബോഡീസ് പൊസിഷൻ ആൻഡ് മൂവ്മെന്റ് ഇൻ റിലേഷൻ ടു ദിയർ സറൗണ്ടിങ്സ്. ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഇതൊരു സെന്റൻസ് കോംപ്ലിക്കേറ്റഡ് എന്ന് പോലെ തോന്നുന്നു, ബട്ട് ഇറ്റ് ഇസ് റിയലി നോട്ട് എ കോംപ്ലിക്കേറ്റഡ് സെന്റൻസ്. അപ്പൊ സ്പേഷ്യൽ ഓറിയന്റേഷൻ, നമ്മൾ നമ്മുടെ റൂമിന്റെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുക. ഓക്കെ, നമുക്ക് വീട്ടിൽ പല റൂംസ് ഉണ്ടല്ലേ, ബെഡ്റൂം ഉണ്ട്, ഹാൾ റൂം ഉണ്ട്. അപ്പൊ ഹാൾ റൂം എടുക്കുക. ഹാൾ റൂം എടുക്കുകയാണെങ്കിൽ ഈ ഹാൾ റൂമിൽ പല സാധനങ്ങളും നമ്മൾ വെച്ചിട്ടുണ്ട്. അവിടെ ടി വി ഉണ്ടാകാം, സോഫ ഉണ്ടാകാം, കസേരകൾ ഉണ്ടാകാം, സ്റ്റൂൾ ഉണ്ടാകാം, ടേബിൾസ് ഉണ്ടാകാം. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ഹാൾ റൂമിൽ പലയിടത്തായിട്ട് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ നമ്മൾ അതുവഴി നടന്നു പോകുമ്പോഴത്തേക്ക് ഇതിലൊക്കെ തട്ടാതെ നമ്മൾ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇനി 2 സോഫ ഇട്ടേക്കുന്ന, അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് നമ്മൾ കാണുന്നത്, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഈ ഗ്യാപ്പിലൂടെ നമുക്ക് കടന്നു പോകാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നിർണ്ണയിക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും ഉള്ളതിന്റെ ഇരിക്കുന്ന സാധനങ്ങളും
നമ്മുടെ ബോഡിയുമായിട്ടുള്ള ആ ഒരു റിലേറ്റീവ് പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ള ഒരു പ്രക്രിയക്കാണ് ഈ സ്പേഷ്യൽ ഓറിയന്റേഷൻ എന്ന് ശരിക്കും പറയുന്നത്. അപ്പൊ ഇതിനകത്ത് എന്താ വരേണ്ടത്? ഒരു നമ്മുടെ പൊസിഷൻ, അതായത് നമ്മുടെ ബോഡി എവിടെ നിൽക്കുന്നു ഇൻ ദാറ്റ് സ്പേസ്, ആ ഒരു സ്പേസിൽ നമ്മുടെ ബോഡി എവിടെ നിൽക്കുന്നു എന്നുള്ളതിന്റെ ആ ഒരു പെർസെപ്ഷൻ നമുക്കുണ്ടാവുക എന്നുള്ളതാണ് സ്പേഷ്യൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു പൊസിഷൻ മാത്രമല്ല, ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ് ഇവിടെ വരുന്നത്. ഇപ്പൊ നമുക്ക് ഇന്ന വഴി പോയാലേ നമുക്ക് വീട്ടിന്റെ പുറത്തേക്ക്, ഫ്രണ്ട് ഡോറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ, ഇന്ന വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റിലേക്ക് പോകാം, ഇന്ന വഴി തിരിഞ്ഞാൽ എനിക്ക് ബെഡ്റൂമിലേക്ക് പോകാം എന്നുള്ള ആ ഒരു 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 സെൻസ് നമുക്ക് വരുന്നത് ആ ഒരു ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ് എന്നുള്ളത്. ഇത് കൂടാതെ ഹൗ വൺസ് ബോഡി ഈസ് ഓറിയന്റഡ് ഇൻ റിലേഷൻ ടു അതർ ഓബ്ജെക്ട്സ്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ബോഡി, നമ്മുടെ ആ ഒരു ശരീരം ആ റൂമിലിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ചുറ്റുപാടുമുള്ള മറ്റ് സംഗതികൾ, ഞാൻ ഈ പറഞ്ഞ സെയിം കോൺസെപ്റ്റ് എടുത്ത് നമ്മൾ വീട്ടിന്റെ വെളിയിൽ അപ്ലൈ ചെയ്ത് നോക്ക്, റോഡിൽ അപ്ലൈ ചെയ്ത് നോക്ക്, എങ്ങനെ നമുക്ക് മനസ്സിലാകുന്ന, നമുക്കെതിരെ നടന്നു വരുന്ന ഒരു വ്യക്തിയെ നമ്മൾ നേരെ ചെന്ന് ഇടിക്കാതെ നമ്മൾ ആ സൈഡിലൂടെ മാറിപ്പോകാനായിട്ട് കഴിയുന്നു. വാഹനം ഓടിച്ചു പോകുമ്പോഴത്തേക്ക് മറ്റൊരു വാഹനം അത് എത്ര ദൂരത്തിലെത്തിയെന്നും നമ്മുടെ അടുത്തെത്തിയോ ദൂരെയാണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നു. അപ്പൊ ആ ഒരു സ്പേസിൽ നമ്മുടെ പൊസിഷൻ എവിടെയെന്നും നമ്മളെ റിലേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് ഓബ്ജക്ട്സിൽ അതിനെ താരതമ്യം ചെയ്തുകൊണ്ട് നമ്മുടെ പൊസിഷൻ എവിടെയെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഈ സ്പേഷ്യൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഈ സ്പേഷ്യൽ ഓറിയന്റേഷൻ ഈ വെസ്റ്റിബുലാർ സിസ്റ്റമാണ് നമുക്ക് മാനേജ് ചെയ്ത് തരുന്നത്. ഈ വെസ്റ്റിബുലാർ സിസ്റ്റം ശരിക്കും നമ്മുടെ ഉള്ളം ചെവിയിലാണുള്ളത്. ബാലൻസ് നഷ്ടപ്പെടുന്ന വ്യക്തികൾ നമ്മുടെ ഫാമിലിയിലുണ്ടോ? ബാലൻസുമായിട്ട് അത് ചെവിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് അല്ലെ. പെട്ടെന്നൊരു ബാലൻസ് കിട്ടുന്നില്ല എന്ന് തോന്നിയാൽ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഇയർ. ചെവിക്കാണ് അന്നേരം അവിടെ ഡോക്ടർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ആൻഡ് ദിസ് വെരി ക്ലോസ്ലി വർക്ക്സ് വിത്ത് ദ വിഷ്വൽ സിസ്റ്റം. അപ്പൊ നമുക്ക് കാണുകയും വേണം അല്ലേ. അപ്പൊ നമ്മുടെ ഈ ഉള്ളം ചെവിയിലുള്ള വെസ്റ്റിബുലാർ സിസ്റ്റവും വർക്ക് ചെയ്യുന്നുണ്ട്, എന്നാൽ നമ്മുടെ വിഷ്വൽ സിസ്റ്റവും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് വെസ്റ്റിബുലാർ സിസ്റ്റം വരുന്നുണ്ട്, ചെവിയുടെ ഉള്ളിലുള്ളത്. അതേപോലെ വിഷ്വൽ സിസ്റ്റം വരുന്നുണ്ട്, അതെന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ആൻഡ് ദർ ഇസ് ഓൾസോ അനദർ കോൺസെപ്റ്റ് ഹിയർ. ആ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രൊപ്രിയോസെപ്ഷൻ. പ്രൊപ്രിയോസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന ആ ഒരു നാച്ചുറൽ അവെയർനെസ്, നമ്മുടെ പൊസിഷൻ, നമ്മൾ എവിടെയാണ് എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ എന്താ പറയണ്ട, വല്ല കാട്ടിലോ വനത്തിലോ ഒക്കെ അകപ്പെട്ടു പോയാൽ നമ്മൾ പറയും, ഓ എവിടെയാണെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല, എനിക്ക് അറിയില്ല. നേരെ മറിച്ച് നമ്മൾ ടൗണിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ, ഞാൻ ഇന്ന ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് നിൽക്കുകയാണ് എന്നൊക്കെ പറയുന്ന നമ്മുടെ ബോഡിയുടെ ആ ഒരു അവെയർനെസ്. അപ്പൊ ഇതൊന്നും ഇല്ലാതെ നമുക്ക് പറയാനായിട്ടൊന്ന് ആലോചിച്ച് നോക്കേ, ഒന്ന് ചിന്തിച്ചു നോക്ക്, നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ഒരു കടയിൽ നിൽക്കുകയാണെങ്കിൽ, ഒരു സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ കൈ എത്തുന്ന ദൂരത്തിൽ എന്ത് സാധനമാണ് ഇരിക്കുന്നത്. ഇനി കൈ എത്താത്ത ദൂരമാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കൈയും വെച്ചിട്ടല്ലല്ലോ അതിന്റെ അടുത്തേക്ക് നമ്മൾ നടന്നു പോകുന്നത്, അതിന്റെ ഏകദേശം അടുത്തെത്തിയിട്ടല്ലേ നമ്മൾ കൈ നീട്ടി എടുക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ ആ ഓബ്ജക്റ്റും നമ്മളുമായിട്ടുള്ള റിലേറ്റീവ് പൊസിഷൻ, നമ്മൾ കൈ നീട്ടുന്നതിന് മുന്നേ തന്നെ കൈ നീട്ടിയാൽ എത്തുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അവിടെ ചെന്ന് നിന്ന് ആ സാധനം ഇങ്ങനെ എടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് പ്രൊപ്രിയോസെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സിസ്റ്റംസ് എല്ലാം കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ച് ആ ബ്രെയിനിന് ആവശ്യമായ ഇൻഫർമേഷൻ കൊടുക്കുന്നു. അപ്പോഴാണ് നമുക്ക് ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നത്, നമ്മുടെ ആ ഒരു പോസ്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയുന്നത്, ആൻഡ് മൂവ്മെന്റിനെ കുറിച്ചുള്ള അവെയർനെസ് നമുക്ക് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പൊ ഈ വെസ്റ്റിബുലാർ സിസ്റ്റം ഞാനിത് നോട്ട്സിൽ ഉൾപ്പെടുത്താം. ഇത് ആക്ച്വലി ഇപ്പം നിങ്ങളുടെ നോട്ട്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ബട്ട് ഈ ഒരു എക്സ്ട്രാ ഡിസ്കഷൻ നമ്മൾ ഇതിന്റെ ഇടയിൽ വന്ന സ്ഥിതിക്ക് ഇതും കൂടെ വെക്കാം. അപ്പം ഈ സ്പേഷ്യൽ ഓറിയന്റേഷന് നമുക്ക് ശരിക്കും വേണ്ടത് വെസ്റ്റിബുലാർ സിസ്റ്റം ആണ് ഒന്ന്, മറ്റൊന്ന് വിഷ്വൽ സിസ്റ്റം ആണ്, ആൻഡ് മറ്റൊന്ന് പ്രൊപ്രിയോസെപ്ഷൻ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ആൻഡ് ഈ സ്പേഷ്യൽ ഓറിയന്റേഷൻ ഇപ്പം എങ്ങനെയാണ് ശരിക്കും വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. നമ്മൾ നീങ്ങുന്ന സമയത്ത് സ്പേഷ്യൽ ഓറിയന്റേഷൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രാക്ടിക്കലി നമ്മൾ നോക്കിയാൽ, നമ്മൾ മൂവ് ചെയ്യുമ്പം, നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് നീങ്ങുന്ന സമയത്ത് ബ്രെയിൻ ശരിക്കും എന്താ പറയേണ്ടത്, ഈ വെസ്റ്റിബുലാർ സിസ്റ്റത്തിൽ നിന്നും വിഷ്വൽ ഇൻപുട്ടിൽ നിന്നും ഈ പ്രൊപ്രിയേഷനിൽ നിന്നും
പ്രൊപ്രിയോസെപ്ഷനിൽ നിന്നും ഇൻഫർമേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് അതിനെ ആ 3 ഇൻഫർമേഷനും കൂടെ എടുത്ത് അതിനെ ഒന്നാക്കിയിട്ട് എന്താ പറയേണ്ടത്, നമ്മുടെ ബ്രെയിൻ ശരിക്കും നമ്മുടെ ആ ഒരു പൊസിഷൻ സ്പേസിൽ എവിടെയാണ് എന്ന് ശരിക്കും മനസ്സിലാക്കുന്നത്. ഞാൻ നേരത്തെ റൂമിൽ നടക്കുന്നതിൻ്റെ ആ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നല്ലോ. അപ്പം നമ്മുടെ വെസ്റ്റിബുലാർ സിസ്റ്റം എന്താണ് ശരിക്കും ഇവിടെ ചെയ്യുന്നത്? ഇറ്റ് സെൻസസ് ദ മോഷൻ ഓഫ് യുവർ ബോഡി. നമ്മുടെ ബോഡിയുടെ മോഷനെ അത് സെൻസ് ചെയ്യുന്നു. ദാറ്റ് ഇസ് വാട്ട് ദ വെസ്റ്റിബുലാർ സിസ്റ്റം ഇസ് ഡൂയിങ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം വിഷ്വൽ സിസ്റ്റം എന്താണ് ചെയ്യുന്നത്? ഓരോ ഓബ്ജക്ട്സ്, നമ്മുടെ റൂമിൽ ഇരിക്കുന്ന സാധനങ്ങൾ അല്ലെ, ആ ഓരോ ഓബ്ജക്ട്സിന്റെ ഇൻഫർമേഷൻ നമുക്ക് പെർസീവ് ചെയ്ത് തരികയാണ്, നമ്മുടെ ബ്രെയിനിന് അത് കൊടുക്കുകയാണ്. ആൻഡ് നമ്മുടെ പ്രൊപ്രിയോസെപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അത് നമുക്ക് ഫീഡ്ബാക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അബൌട്ട് ദ പൊസിഷൻ ഓഫ് യുവർ ഫീറ്റ്. നമ്മുടെ ഫീറ്റ് എവിടെ എത്തി എന്നുള്ള ആ ഒരു പൊസിഷൻ അവിടെ കൊടുക്കുന്നു. നമ്മുടെ ആംസിന്റെ, നമ്മുടെ ബോഡിയുടെ, നമ്മുടെ ലെഗ്സിന്റെ ഒക്കെ ആ ഒരു പൊസിഷൻ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് സാധനം എടുക്കുന്ന ആ ഒരു സമയത്ത്. അപ്പൊ ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ്, അല്ലെങ്കിൽ ആ കോമ്പിനേഷന്റെ ഫലമാണ് നമുക്ക് ആ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് തട്ടി മറിഞ്ഞടിച്ച് വീഴാതെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് കടക്കാം. അപ്പൊ ഷോർട്ട് ടേം മെമ്മറി അല്ലെങ്കിൽ STM എന്ന് ചോദ്യ പേപ്പറിൽ കണ്ടാൽ അത് ഷോർട്ട് ടേം മെമ്മറി ആണെന്ന് പ്രത്യേകം ഓർമ്മ വേണം കേട്ടോ. ഷോർട്ട് ടേം മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത് അടുത്ത ഒരു സ്റ്റേജ് ഓഫ് മെമ്മറി ആണ്. ഒരു സ്റ്റേജ് ഓഫ് മെമ്മറി where sensory information after being attended to എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു സെൻസറി ഇൻഫർമേഷൻ ലഭിച്ചതിന് ശേഷം അല്ലെങ്കിൽ അതുമായിട്ട് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതിനു ശേഷം ടെമ്പററി ആയിട്ട് ഇത് ഇവിടെ ഹോൾഡ് ചെയ്യുന്ന സ്ഥലം, ആ മെമ്മറിക്കാണ് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വരുന്നു, അവിടെ ഇട്ട് അതിനെ പ്രോസസ് ചെയ്യുകയാണ്. അതാണ് ഷോർട്ട് ടേം മെമ്മറി. അപ്പൊ ഷോർട്ട് ടേം മെമ്മറി ഈസ് ലിമിറ്റഡ് ഇൻ ബോത്ത് ഇറ്റ്സ് കപ്പാസിറ്റി ആൻഡ് ഡ്യൂറേഷൻ. ഷോർട്ട് ടേം മെമ്മറിയുടെ കപ്പാസിറ്റി ലിമിറ്റഡ് ആണ്, ഷോർട്ട് ടേം മെമ്മറിയുടെ ഡ്യൂറേഷനും ലിമിറ്റഡ് തന്നെയാണ് എന്ന് നമുക്ക് പറയാം. ആൻഡ് മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ എന്ന് പറയുന്നത്, ഇൻഫർമേഷൻ ക്യാൻ ബി ലോസ്റ്റ് ഇഫ് നോട്ട് ആക്റ്റീവ്ലി റിഹേഴ്സ്ഡ് ഓർ എൻകോഡഡ് ഫോർ ലോങ് ടേം യൂസേജ്. ഇപ്പൊ ഷോർട്ട് ടേം മെമ്മറിയിൽ വരുന്ന ആ ഇൻഫർമേഷൻ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ പ്രാക്ടീസ് ചെയ്യണം. ലോങ് ടേം മെമ്മറിയിൽ അത് കയറണമെങ്കിൽ നമ്മൾ അതിനെ പ്രാക്ടീസ് ചെയ്ത് അത് വീണ്ടും ചെയ്താണ് അത് നമ്മുടെ ലോങ് ടേം മെമ്മറിയിൽ കയറുന്നത് അല്ലെ. നമുക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് നോട്ട് എണ്ണുന്ന സമയത്ത് നമ്മൾ ഓരോ നോട്ടിൽ എടുത്ത് വെച്ച് നോക്കി നുള്ളി പറക്കി എണ്ണും, എന്നിട്ട് അതിനെ വേറെ രീതിയിൽ എണ്ണും, പിന്നെ അതിനെ കട്ടിൽ നിരത്തി വെച്ചിട്ട് എണ്ണും അല്ലേ. ഒരു 5000 രൂപയുടെ 50 100ന്റെ നോട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ രീതിയിലായിരിക്കും എണ്ണുന്നത്. ഇനി എന്താ പറയേണ്ടത്, കുറെ ശമ്പളമൊക്കെ വാങ്ങിക്കഴിഞ്ഞ് പിന്നെ ഈ നോട്ട് എണ്ണുന്നത് എങ്ങനെയാ? നമ്മൾ അതിലേക്ക് നോക്കത്തു പോലുമില്ല. നമ്മൾ ആരെങ്കിലും അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു, പക്ഷെ നമ്മുടെ കൈ ആ നോട്ടിനെ എണ്ണിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ 49 ഉള്ളെങ്കിലും നമുക്ക് തിരിച്ചറിയാം തോരണത്തിന്റെ കുറവുണ്ട് എന്ന് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താനായിട്ട് സാധിക്കുന്നു. അതെന്തുകൊണ്ടാണ്? ഈ എണ്ണി പല രീതിയിൽ എണ്ണി ഷോർട്ട് ടേം മെമ്മറിയിൽ കിടക്കുക. അപ്പോഴും അത് എണ്ണി അതങ്ങ് ലോങ് ടേം മെമ്മറിയിലേക്ക് പോകുമ്പോഴാണ്. അപ്പൊ ഇത് ഓരോ സ്റ്റേജസ് ഓഫ് മെമ്മറി ആണ്, അല്ലാതെ ഷോർട്ട് ടേം മെമ്മറി ഒരു തട്ട്, ലോങ് ടേം മെമ്മറി മറ്റൊരു തട്ട്, അങ്ങനെയല്ല. പല സ്റ്റേജസ് ഓഫ് മെമ്മറി ആയിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കേണ്ടത്. അപ്പോൾ ഈ ഷോർട്ട് ടേം മെമ്മറിയുടെ ഡ്യൂറേഷനെ കുറിച്ച് നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ, ഷോർട്ട് ടേം മെമ്മറി ശരിക്കും ഇൻഫർമേഷനെ അത് ഹോൾഡ് ചെയ്യുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പീരിയഡിനാണ്. യൂഷ്വലി 20 മുതൽ 30 സെക്കൻഡ് വരെ. And sometimes this is referred to as working memory. വർക്കിംഗ് മെമ്മറി എന്നും പറയും ഈ ഷോർട്ട് ടേം മെമ്മറിനെ. വർക്കിംഗ് മെമ്മറി കാരണം അവിടെ ഇട്ടാണ് അതിന്റെ പ്രോസസ്സിങ് മുഴുവനും നടക്കുന്നത്. അപ്പോൾ എന്താ പറയേണ്ടത്, ഒരുപാട് ടാസ്കുകളുടെ എന്തെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിനോ ഒക്കെ വേണ്ടിയിട്ട് പല രീതിയിൽ തിരിച്ചും മറിച്ചും ഒക്കെ നമ്മൾ ചിന്തിക്കുന്ന ആ ചിന്തയുടെ ആ ഒരു പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതാണ് ഈ ഷോർട്ട് ടേം മെമ്മറി. അപ്പൊ അതിന്റെ 20 to 30 സെക്കൻഡ്സ് ആണ് ഈ ഷോർട്ട് ടേം മെമ്മറിയിൽ അത് നിൽക്കുക. ഇനി ഷോർട്ട് ടേം മെമ്മറിയുടെ കപ്പാസിറ്റി നമുക്ക് നോക്കാനാണെന്നുണ്ടെങ്കിലോ, ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു അബൌട്ട് 7 ± 2 items. അപ്പോ ഈ ഒരു സജഷൻ, അതായത് ഈ 7 ± 2 items ആണ് അതിന് ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന ആ ഒരു കപ്പാസിറ്റി ഐറ്റംസ് എന്നാണ് ഇവിടെ നിർണയിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു കപ്പാസിറ്റി ഇത് സജസ്റ്റ് ചെയ്തത് സൈക്കോളജിസ്റ്റ് ജോർജ് മില്ലർ ആണ്. 1956
അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ ശരിക്കും 7 ± 2 items എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ അർത്ഥം ഇറ്റ് മീൻസ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ക്യാൻ typically hold around 5 to 9 pieces of information. ഇൻഫർമേഷനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോഴത്തേക്ക് ഇൻഫർമേഷൻസ് എന്ന് പറയത്തില്ല. ഇൻഫർമേഷന്റെ പ്ലൂറൽ എന്ന് പറയുന്നത് പീസസ് ഓഫ് ഇൻഫർമേഷൻ എന്ന. അപ്പൊ ഒരു ഇൻഫർമേഷനെ വൺ പീസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയും, മൾട്ടിപ്പിൾ ഇൻഫർമേഷനെ പീസസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയും. അപ്പൊ 7 ± 2, 7 - 2 എത്രയാണ്? 5. 7 + 2 എത്രയാണ്? 9. അപ്പൊ അതാണ് 7 ± 2 എന്ന് പറയുന്നത്. അപ്പൊ ഈ സൈക്കോളജിസ്റ്റ് ജോർജ് മില്ലർ 1956 പറഞ്ഞത് ഒരു വ്യക്തിയുടെ ബ്രെയിൻ ഷോർട്ട് ടേം മെമ്മറിയിൽ ആ ഒരു വ്യക്തിക്ക് 5 മുതൽ 9 പീസസ് ഓഫ് ഇൻഫർമേഷൻ വരെ സ്റ്റോർ ചെയ്യാം at any given point in time. അത് ഡിജിറ്റ്സ് ആകാം, ലെറ്റേഴ്സ് ആകാം, വേർഡ്സ് ആകാം, ഇമേജസ് ആകാം, മണമാകാം, എന്ത് തരത്തിലുള്ള ആ ഒരു ഇൻഫർമേഷനും. പക്ഷേ പരമാവധി 9 എണ്ണം. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് എത്ര എണ്ണം സ്റ്റോർ ചെയ്യാൻ പറ്റും? എന്നാൽ എങ്ങനെ ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യും അല്ലേ? ഓക്കെ, അത് നിങ്ങൾ ചിന്തിച്ച് നോക്ക് എങ്ങനെ അത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ലിമിറ്റേഷൻ കൊണ്ടാണ് നമുക്ക് ആ ഒരു ചങ്കിങ് സ്ട്രാറ്റജീസ് വരുന്നത്. This limitation is why chunking strategies. Chunking strategy എന്ന് പറഞ്ഞാൽ ചങ്ക്സ് ആക്കി മാറ്റുക, പ്രത്യേക കൂട്ടങ്ങളാക്കി മാറ്റുക. ഇനി അതും അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ, പഠിക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് പഠിക്കാതെ കുറേശ്ശെ പീസ് ആക്കിയിട്ട് പഠിക്കും. ഇപ്പം ഉദാഹരണത്തിന് ഈ ഒരു ലെസൺ നോക്കിയേ, ഈ മെമ്മറി ആൻഡ് ഫോർഗെറ്റിംഗ് എന്നുള്ള ആ ഒരു ലെസൺ എനിക്കൊരൊറ്റ വീഡിയോയിൽ ഇതെടുത്ത് അവസാനിപ്പിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇത് മൊത്തം എടുക്കുന്നതിന് ഞാനത് പല വീഡിയോസ് ആക്കും. ഞാൻ തുടർച്ചയായിട്ടുള്ള ഒരു 2-2.5 മണിക്കൂറിന്റെ വീഡിയോ അല്ലെ 3 മണിക്കൂറിന്റെ ഒരു കണ്ടിന്യൂസ് വീഡിയോ ഞാൻ ഉണ്ടാക്കി നിങ്ങൾക്ക് തന്നാൽ ഇത് കാണാനുള്ള നിങ്ങൾക്ക് സമയവും ഉണ്ടാവില്ല, ഇതിനുള്ള ക്ഷമയും ഇല്ല. അതുകൊണ്ട് ഏകദേശം ഒരു 40 മിനിറ്റ് ശരാശരി ഒരു പാർട്ട് വരത്തക്ക രീതിയിലാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അത് ഈ കാരണം കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ, നിങ്ങൾ എൻ്റെ ഈ ലെക്ചർ കാണുന്ന ഈ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഷോർട്ട് ടേം മെമ്മറിയാണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വിഷ്വൽ ഇൻപുട്ട് നിങ്ങൾക്ക് കിട്ടുന്നു, ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഓഡിറ്ററി ഇൻഫർമേഷൻ അവിടെ കിട്ടുന്നു. കാരണം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാനായിട്ട് കഴിയുന്നു, സ്ക്രീൻ കാണാൻ കഴിയുന്നു, എന്നെ കാണാൻ കഴിയുന്നു, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാനായിട്ടും കഴിയുന്നു. ആൻഡ് ഇത് സെൻസറി ഇൻപുട്ടിൽ നിന്ന് നിങ്ങളുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ അവിടെയാണ് ഇതിന്റെ പ്രോസസ്സിംഗ് നടക്കുന്നത്. പ്രോസസ്സിംഗ് നടന്നിട്ട് ബ്രെയിൻ തീരുമാനിക്കുക ഇത് എങ്ങോട്ട് അയക്കണം, ഏത് ഭാഗത്തേക്ക് ഇനിയിപ്പോൾ അയക്കണം എന്നുള്ളത്. അത് ചങ്കിങ് സ്ട്രാറ്റജിയുടെ ഭാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇൻഫർമേഷനെ അർത്ഥവത്തായ കൊച്ചു യൂണിറ്റ് ആക്കിയിട്ട് മാറ്റുന്നു. അപ്പൊ ഇത് പ്രധാനമായിട്ട് എന്തിനാ അത് നമ്മൾ ചെയ്യുന്നത്? മെമ്മറി റിട്ടൻഷൻ കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, നമുക്ക് ഇൻഫർമേഷൻ നിലനിർത്തുക, നമുക്ക് റീറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയണം, അതിന് വേണ്ടിയിട്ട് അല്ലെ. ഇനി സ്പെസിഫിക്കലി ഇതിന്റെ ഒരു ഡ്യൂറേഷൻ നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ, റിഹേഴ്സൽ ഇല്ലാതെ, റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയ സംഗതി കൂടുതൽ പ്രാക്ടീസ് ഇല്ലാതെ, റിഹേഴ്സൽ ഇല്ലാതെ ഈ STM എന്ന് പറയുന്നത് 20 മുതൽ 30 സെക്കൻഡ് വരെ മാത്രമാണ് ഇത് ലാസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫേഡിങ് അവേ. ഈ ഫേഡിങ് അവേ പ്രക്രിയക്കാണ് DK എന്ന് പറയുന്നത്. ഇനി അതല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഈ വീഡിയോ 3-4 മണിക്കൂറിന്റെ ഒരൊറ്റ വീഡിയോ ആയി പോയാൽ എന്താണ്? ആദ്യം കിട്ടുന്ന ഇൻഫർമേഷൻ വിൽ ഗെറ്റ് റീപ്ലേസ്ഡ് വിത്ത് ന്യൂ ഇൻഫർമേഷൻ. അപ്പൊ ആദ്യം കിട്ടിയ ഇൻഫർമേഷൻ അങ്ങ് ഫേഡ് ആയി പോകും, പുതിയ ഇൻഫർമേഷൻ അവിടെ കയറി വരും. അതിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു സംഗതി ഇരിക്കുന്നത്, അതിനെ തട്ടി മാറ്റിക്കൊണ്ട് അവിടെ വേറൊരു സംഗതി വന്നല്ലേ. അപ്പൊ ഇതിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് വേറൊരെണ്ണം അവിടെ വന്നു എന്നുള്ള അതും സംഭവിക്കും. പക്ഷെ ഇവിടെ നമുക്കത് രണ്ടും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ട്, ആ നോട്ട്സിനോടൊപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉണ്ട്. നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് റിഹേഴ്സൽ നടത്തുന്നതിന് വേണ്ടി. നോക്ക്, ഇതിനെയൊക്കെ ബേസ് ചെയ്ത് തന്നെയില്ലേ നമ്മുടെ പഠന രീതി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ. അപ്പൊ റിഹേഴ്സൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു പക്ഷേ ഇൻഫർമേഷൻ റിപ്പീറ്റ് ചെയ്യുന്നതാകാം. ഒന്നുകിൽ മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ഉറച്ചു വായിച്ച് നമ്മൾ റിപ്പീറ്റ് ചെയ്തു. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ STMനെ നമുക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. അതിന്റെ ഡ്യൂറേഷൻ, ഷോർട്ട് ടേം മെമ്മറിയുടെ ഡ്യൂറേഷൻ നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോഴാണ് ആ ഒരു ട്രാൻസ്ഫോം ഓഫ് ഇൻഫർമേഷൻ ഇൻ ടു ദ ലോങ് ടേം മെമ്മറി. കാരണം ഷോർട്ട് ടേം മെമ്മറിയിൽ ഇത് ആവശ്യമുള്ള സമയത്തിന്, ഒരു മിനിമം സമയത്തിന് നിലനിന്നുവെങ്കിൽ മാത്രമേ, ഷോർട്ട് ടേം മെമ്മറിയുടെ സ്വഭാവം എന്താണ്? 20 മുതൽ 30 സെക്കൻഡ് വരെ അത് അവിടെ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ്, എന്തോ അയ്യോ ഈ ഇൻഫർമേഷൻ എനിക്ക് വേണം, എനിക്കിത് ഓർത്ത് വെക്കണം,
എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്? എന്തിനാ? ഷോർട്ട് ടേം മെമ്മറിയിൽ അതിനെ കൂടുതൽ സമയം നിലനിർത്തുന്നതിന് വേണ്ടി. ഈ 20 മുതൽ 30 സെക്കൻഡ് എന്നുള്ളതിനെ നമ്മൾ ചിലപ്പോൾ 2 മിനിറ്റ് 3 മിനിറ്റ് ആക്കി നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. വീണ്ടും വീണ്ടും കേട്ട് റിപ്പീറ്റ് ചെയ്ത്, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ അതിനെ പറഞ്ഞ് വായിച്ച് ഷോർട്ട് ടേം മെമ്മറിയെ ഷോർട്ട് ടേം മെമ്മറിയാണ് നമ്മുടെ വർക്കിംഗ് മെമ്മറി. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൽക്ഷണം ഷോർട്ട് ടേം മെമ്മറിയിലാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഈ ലോങ് ടേം മെമ്മറിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്, ലോങ് ടേം മെമ്മറിയിൽ ഇട്ടാൽ പരീക്ഷ ഹാളിൽ നമുക്കത് തിരിച്ചു കിട്ടും. ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് കിട്ടത്തില്ല. ലോങ് ടേം മെമ്മറിയിൽ ഉള്ളത് മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാണ് ലോങ് ടേം മെമ്മറിയിലേക്ക് അതിനെ തള്ളിവിടാനുള്ള ആ ഒരു മാർഗം എന്ന് പറയുന്നത്. ആൻഡ് ഇനി സ്പെസിഫിക്കലി ഷോർട്ട് ടേം മെമ്മറിയുടെ പ്രോസസ്സിംഗ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഷോർട്ട് ടേം മെമ്മറി ഈസ് നോട്ട് ഓൺലി എ സ്റ്റോറേജ് സിസ്റ്റം. അതൊരു സ്റ്റോറേജ് സിസ്റ്റം. കുറച്ച് സമയത്തേക്കാണെങ്കിലും സ്റ്റോർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതൊരു സ്റ്റോറേജ് സിസ്റ്റം മാത്രമല്ല, പക്ഷേ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ആണ് അവിടെ ശരിക്കും നടക്കുന്നത്. ആക്റ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അവിടെ നടക്കുന്നത്. ദിസ് ഇസ് വൈ ഇറ്റ് ഇസ് റെഫേർഡ് ടു ആസ് ദ വർക്കിംഗ് മെമ്മറി. വർക്കിംഗ് മെമ്മറി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ലോങ് ടേം മെമ്മറി അല്ല നമ്മുടെ വർക്കിംഗ് മെമ്മറി. ലോങ് ടേം മെമ്മറി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റോറേജ് ഓഫ് ഇൻഫർമേഷനിലേക്കാണ്. അപ്പം വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നതാണ് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറി. അപ്പോൾ ഷോർട്ട് ടേം മെമ്മറിയിലാണ് ഇതിന്റെ പ്രവർത്തനം മുഴുവനും നടക്കുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്താ പറയേണ്ടത്? മെന്റൽ അർത്ഥമെറ്റിക് നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഭാഷ ലാംഗ്വേജ് നമ്മൾ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും റീസണിങ് ഒക്കെ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും പ്രവൃത്തികൾ നമുക്ക് ചെയ്യേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ മാനിപ്പുലേഷൻ ഓഫ് ഇൻഫർമേഷൻ നടക്കുന്നത് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിലാണ്. ചെസ് കളിക്കുന്ന സമയത്ത് അടുത്ത നീക്കം എന്തായിരിക്കണമെന്ന് തീരുമാനം എടുക്കുന്നത്, ആ സ്പോട്ടിൽ നമുക്ക് തീരുമാനം എടുക്കുന്നത് നമ്മൾ ഷോർട്ട് ടേം മെമ്മറി കൊണ്ടുവന്നിട്ടാണ്. പക്ഷെ അതിന് പലപ്പോഴും ലോങ് ടേം മെമ്മറി എന്നുള്ള ഇൻഫർമേഷൻ റിക്കോൾ അവിടെ നടത്തും. റിക്കോൾ നടത്തി ഇൻഫർമേഷനെ ഷോർട്ട് ടേം മെമ്മറിയിലോട്ട് എത്തിക്കണം. ഷോർട്ട് ടേം മെമ്മറിയിൽ ഇട്ട് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അവിടെ ഇട്ട് അതിന്റെ പ്രവർത്തനം നടക്കൂ. എന്നിട്ടാണ് നമ്മുടെ കൈകാലുകൾ നീങ്ങി ഓരോ പ്രവൃത്തി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോ ഈ ഒരു പാർട്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇവിടെ അവസാനിപ്പിച്ചിട്ട് ഇനി ലോങ് ടേം മെമ്മറി നമുക്ക് ഇതിന്റെ അടുത്ത പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ഈ എല്ലാ പാർട്സും കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യനും ആൻസേഴ്സും നോക്കുന്നത്. പക്ഷെ നിങ്ങൾ നോട്ട്സിൽ നിന്ന് റെഫർ ചെയ്യുമ്പോഴത്തേക്ക് ആ ഓരോ പാർട്ട് കഴിഞ്ഞിട്ടും ആ ഒരു പാർട്ടിനെ റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതുവരെയുള്ളതിന്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നിങ്ങളുടെ നോട്ടിൽ കൊടുത്തിട്ടുണ്ടാകും. Alright, so see you in the next part. Thank you very much for watching and have a great day ahead.